നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. രക്ഷയുടെ ഭദ്രത എന്ന ഉപദേശ സത്യമോ മിഥ്യയോ എന്നുള്ള ദൈവവചനത്തിലൂടെയുള്ള അന്വേഷണത്തിൻ്റെ ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. അതിലാദ്യ ഭാഗത്ത് രക്ഷ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ അടിസ്ഥാനപ്പെട്ടതാകുന്നു എന്ന് നാം ചിന്തിച്ചു. തുടർന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് പാപിയായ മനുഷ്യൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന വീണ്ടും ജന്മത്താലുള്ള പുത്രത്വത്തിൽ നമ്മുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം പഠിച്ചത്. ഈ പുത്രത്വം കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ നമുക്ക് ലഭ്യമായ ആത്മരക്ഷയുടെ പുത്രത്വമാണ്. പുത്രത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ഒരു നാളും നള്ളിഫൈഡ് ആകുന്നില്ല. എന്നുവെച്ചാൽ ഒരു വിശ്വാസി ഏതെങ്കിലും നിലയിലുള്ള ഒരു തെറ്റിൽ വീണുപോയാലും ദൈവത്തോടുള്ള ഫെലോഷിപ്പിന് ഭംഗം സംഭവിക്കാം എങ്കിലും പുത്രത്വം എന്ന് പറയുന്ന റിലേഷൻഷിപ്പിന് യാതൊരു ഭംഗവും സംഭവിക്കുകയില്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. അത് അത്രമാത്രം ഉറപ്പിക്കപ്പെട്ട ഒരു സത്യമായി വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷ എന്തുകൊണ്ട് ഭദ്രമായിരിക്കുന്നു എന്ന ചോദ്യത്തിന് മുമ്പാകെ അതിപ്രധാനമായ മൂന്നാമത്തെ ഒരു ന്യായവാദമാണ്. നമ്മുടെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏക യാഗത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ആ വാക്യാംശം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഇവിടെ വിശുദ്ധീകരിക്കപ്പെടുന്നവർ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവർ എന്നർത്ഥത്തിലാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. പുത്രത്വം പ്രാപിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏകയാഗം ആയ യാഗം കാൽവറിലെ തൻ്റെ ശരീരയാഗമാണ്. ആ ശരീരയാഗത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏത് വ്യക്തിയെയും അവരെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. തൻ്റെ നിയമ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും ക്രിസ്തു സൽഗുണ പൂർത്തി തൻ്റെ യാഗത്തിൽ വരുത്തിയിരിക്കുന്നു. ഈ പ്രസ്താവന നമ്മൾ വളരെ സൂക്ഷിച്ച് പഠിക്കേണ്ട ഒന്നാണ്. എന്താണ് ഈ പ്രസ്താവനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ വാക്യം പ്രഥമത വിശ്വസിക്കാൻ നമുക്ക് അല്പം പ്രയാസം തോന്നും. അതെങ്ങനെയാ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമണ്ഡത്തിൽ ഒരു പാപി വിശ്വസിക്കുമ്പോൾ അവനെ എന്നേക്കും സദാകാലത്തേക്കുമായി സൽഗുണങ്ങളുടെ പൂർത്തി വരുത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ പൂർണ്ണനാണോ? സൽഗുണ പൂർണ്ണതയാണോ അവനിലുള്ളത് എന്ന് സാധാരണയായി നമ്മൾ സംശയിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. എങ്കിലും ദൈവത്തിൻ്റെ വചനമാകിയാൽ നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെ അങ്ങനെ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. കാരണം തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാകിയാൽ അതങ്ങനെ വിശ്വസിക്കാനല്ലാതെ വേറെ ഒരു മാർഗവും നമുക്കില്ല. അങ്ങനെ തന്നെയാണ് ദൈവം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ദൈവവചനവും എന്തായിരിക്കും? അത് 100% വിശ്വസനീയമാണ്, വിശ്വസിക്കുവാൻ മതിയായതാണ്. കർത്താവിൻ്റെ യാഗത്താൽ സൽഗുണങ്ങളുടെ സമ്പൂർണത നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിൻ്റെ സൽഗുണ പൂർണ്ണത അത് വിശ്വസിക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ലഭിക്കാൻ പോകുന്നു എന്നല്ല,
ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ സൽഗുണപൂർത്തി എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന അതേ പദമാണ് മത്തായിയുടെ സുവിശേഷം 5:48 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിച്ചിരിക്കുന്ന വചനഭാഗം. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുവിൻ എന്ന് പറയുമ്പോൾ എബ്രായർ 10:14 ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന അതേ പദപ്രയോഗമാണ് മത്തായി 5:48 ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരുന്ന പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണർ ആകുവിൻ. കർത്താവിന്റെ ഏകയാഗത്താൽ സൽഗുണങ്ങളുടെ പൂർണ്ണത നിറപടിയായി ലഭിച്ചിരിക്കുന്നു എന്ന് പട്ടാപ്പകൽ പോലെ ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ കർത്താവായ യേശു നമ്മുടെ എല്ലാവരുടെയും പാപം ചുമന്നുകൊണ്ട് കാൽവരിലെ ക്രൂശിലേക്ക് കയറിപ്പോയി അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടായി യേശു ക്രിസ്തു ക്രൂശിന്മേൽ അർപ്പിച്ചപ്പോൾ എന്തോ സംഭവിച്ചു? അവിടെ പറയാണ്, ദൈവത്തിന്റെ സൽഗുണങ്ങളുടെ പൂർണ്ണത നിറപടിയായി നിവൃത്തിയായി. ദൈവിക സൽഗുണങ്ങളുടെ പൂർണ്ണത നിറപടിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് എത്ര ദിവസത്തേക്കുള്ളതാണ്? ദൈവിക സൽഗുണങ്ങളുടെ ഈ പൂർണ്ണത യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എത്ര നാളത്തേക്കുള്ളതാണ്? 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 2 ആഴ്ചത്തേക്കോ 2 മാസത്തേക്കോ 2 കൊല്ലത്തേക്കോ ഉള്ളതല്ല. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ആ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ പിന്നെ അടുത്ത 1 ദിവസം ഏതെങ്കിലും കാരണവശാൽ പാപം ചെയ്തു പോയെങ്കിൽ ആ പാപം ചെയ്യുന്ന നിമിഷം വരത്തേക്ക് മാത്രമുള്ളതല്ല. എത്ര കാലത്തേക്കുള്ളതാണ്? സദാകാലത്തേക്കും. സദാകാലത്തേക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ കാലത്തേക്കും. കാലം മാത്രമല്ല, കാലം നിത്യതയിൽ ലയിച്ചമർന്നു കഴിഞ്ഞാൽ പിന്നെ കാലവുമില്ലല്ലോ. അനധി വിദൂര ഭാവിയിൽ കർത്താവ് തന്റെ രക്ഷിത ഗണത്തെ തിരുസഭത്തിലേക്ക് ചേർത്ത ശേഷം ഈ ഭൂമിയിൽ വന്ന് 1000 ആണ്ട് കർത്താവായ യേശു സഭയുമായി ലോകത്തിൽ ഭരണം നടത്തിയിട്ട് പൊതുവാന ഭൂമണ്ഡലങ്ങളിലേക്ക് സഭയുമായി പ്രവേശിക്കുകയും അത് എത്ര കാലഘട്ടം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലാകിയാൽ പൊതുവാന ഭൂമണ്ഡലങ്ങളിലെ പാർപ്പിന് ശേഷം തന്റെ സഭയുമായി കർത്താവ് നിത്യതയിലേക്ക് ചേർക്കപ്പെടുകയും അങ്ങനെ സദാകാലവും നാം നിത്യതയിൽ കർത്താവിനൂടെ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ സൽഗുണ പൂർത്തി എന്ന് പറയുന്നത് അത് സദാകാലത്തേക്കുമുള്ളതാണെങ്കിൽ സദാകാലത്തേക്കും വരുത്തപ്പെട്ടിരിക്കുന്ന ഈ സൽഗുണ പൂർത്തി എന്ന് പറയുന്നത് ഒരിക്കലും അഴിവില്ലാത്തതാണ്. ആർക്കും ഒരിക്കലും അഴിച്ചു കളയാൻ കഴിയാത്ത സൽഗുണങ്ങളുടെ പൂർത്തീകരണമാണ്. എബ്രായർ 7:3 ഇതേ വാക്യം എന്നേക്കും എന്ന് തർജ്ജമയിലുണ്ട്. അവിടെ ജീവാരംഭവും ജീവാവസാനമില്ലാത്ത നിത്യതയെ കാണിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നേക്കും അവൻ എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ശാലേൻ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്ന മൽക്കീസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പൗരോഹിത്യത്തിന് യാതൊരു അഴിവും ഇല്ല എന്നാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അർപ്പിച്ച ഏക യാഗത്തിന് ഏതെങ്കിലും നിലയിലുള്ള അഴിവുണ്ടായാൽ മാത്രമേ ഏകയാഗത്താൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സൽഗുണപൂർത്തിയുടെ സദാകാലത്തേക്ക് ഏതെങ്കിലും നിലയിലുള്ള അഴിവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വിഷയമെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നിങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇത്രയും സ്പഷ്ടമായി ഇത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ദൈവവചനം വായിക്കുന്നെങ്കിലും ഈ വചനഭാഗത്ത് പറയപ്പെടുന്ന ദർശനം എന്താണെന്ന് അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്താണെന്ന് ഉറപ്പ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ജീവാരംഭവും ജീവാവസാനവുമില്ലാത്ത മൽക്കീസദേക്കിന്റെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ്. സൽഗുണങ്ങളുടെ
പൂർണ്ണത, നിത്യപൂർണ്ണതയാണ് നമുക്ക് കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്താൽ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവിക സൽഗുണ സമ്പൂർണ്ണത കർത്താവിൻ്റെ ഏകയാഗത്താൽ നിത്യാവകാശമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ എത്രയും ഉറപ്പോടി പൗലോസ് അപ്പോസ്തലൻ റോമാലേഖന 8-ാം അധ്യായത്തിൽ ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ, കർത്താവായ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്ന് പറയുന്നു. അപ്പൊ ദൈവിക സൽഗുണ സമ്പൂർണ്ണത കർത്താവിന്റെ ഏകയാഗത്താൽ നിത്യാവകാശമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവ പൈതലേ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിലധികം നമ്മുടെ രക്ഷയുടെ ഭദ്രതയ്ക്ക് വേറെ എന്ത് തെളിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏകയാഗം നിത്യമായ വീണ്ടെടുപ്പിന് ഹേതുകമായെങ്കിൽ ആ ഏകയാഗത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം വിശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തിയാൽ അവർക്ക് ലഭിക്കുന്ന സൽഗുണപൂർത്തി എന്ന് വരുന്നതും നിത്യമായും സ്വഭാവമുള്ളതാണ്. കുറച്ചു നാളത്തേക്ക് തന്നതല്ല, താൽക്കാലികമായി തന്നതല്ല, തുമ്മിയാൽ തെറിച്ചു പോകുന്ന ഒന്നല്ല. എത്ര വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മോട് പറയുന്നു. ഇതിനപ്പുറം വാസ്തവത്തില് നമുക്ക് എന്തു പറഞ്ഞാണ് നമ്മുടെ രക്ഷയെ ഉറപ്പിക്കേണ്ടത്? സുസ്ഥിരമായ പാതയിൽ നമ്മുടെ നിത്യപൂർണ്ണതയ്ക്കും അത് എന്നേക്കും ഉറപ്പായി അല്ലെങ്കിൽ അത് മുഖാന്തര രക്ഷയ്ക്കും അടിസ്ഥാനമിട്ട് ദൈവത്തിന് നിത്യതയോളം നമ്മെ വേണം എന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹത്വരമായ രക്ഷ അത് ഭദ്രമല്ല എന്ന് പഠിപ്പിച്ചാൽ എത്രയോ നിരാശജന്യമായി എന്ന ഒരു ഉപദേശമായി തീരുവത്. അത് മാത്രമല്ല, യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപിക്ക് ലഭിക്കുന്നത് എങ്കിൽ, നമുക്കറിയാമല്ലോ, പഴയ നിയമ യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ യാഗങ്ങളിലെല്ലാം പഴയ കാലത്തെ ഭക്തന്മാരായ ആളുകൾ ഏതെങ്കിലും നിലയിലുള്ള ഒരു പാപപ്രവൃത്തി ചെയ്തിട്ട് ആ പാപത്തിന് യാഗമായി ദൈവസന്നിധിയിൽ യാഗവസ്തുവുമായി വന്ന് അതിനെ അർപ്പിച്ചു കഴിഞ്ഞിട്ട് പാപമോചനം പ്രാപിച്ച് അല്ലെങ്കിൽ ഏകദേശം ആ പാപത്തിന്റെ മറവ് പ്രാപിച്ച ശേഷം മടങ്ങിപ്പോയാൽ അടുത്ത പാപം ചെയ്യുന്നത് വരെ മാത്രമേ ഈ യാഗാർപ്പണം കൊണ്ട് നേടിയ ശാന്തിക്ക് സ്ഥിരതയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൽ ലഭിച്ചത് അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ ലഭിച്ചത് അവൻ നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലാണ് ഇപ്പോഴും നമ്മുടെ ആത്മാവ് അധിവസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ശരീരത്തിൽ വസിക്കുമ്പോൾ ഏതെങ്കിലും ന്യൂനതകൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ന്യൂനതകൾക്കും കൂടെ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചത്. അല്ലാതെ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടിയും ഇനിയും കർത്താവിന്റെ സന്നിധിയിൽ നാം എത്തിച്ചേരുന്നത് വരെയും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോരാൻ സാധ്യതയുള്ള ഏതെങ്കിലും പാപപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ സൽഗുണപൂർത്തിക്ക് വേണ്ടിയാണ് കർത്താവായ യേശു മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പാപയാഗത്തിൽ നമുക്ക് ഭൂതകാല പാപങ്ങളുടെ ശിക്ഷയ്ക്കുള്ള വിടുതൽ മാത്രമല്ല, വർത്തമാനകാലത്തും ഭാവി കാലത്തും ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിപൂർണമായ ഒരു പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ നമുക്ക് സാധ്യതം ആയിരിക്കുന്നത്. ആ വസ്തുത വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു ദൈവപൈതലിന് തനിക്ക് ലഭിച്ച രക്ഷയുടെ ഭദ്രത എത്രമാത്രം ഉറപ്പുള്ളതാണ്, ശ്രേഷ്ഠമായതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു ഇനിയും ഭൂമിയിലേക്ക് വീണ്ടും വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ ആവശ്യമില്ലാതെ വണ്ണം സർവ്വയാഗങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് ക്രിസ്തുവിന്റെ യാഗം ക്രൂശിൽ അരങ്ങേറിയത്. അങ്ങനെ സർവ്വയാഗങ്ങളുടെയും പരിസമാപ്തിയായി യേശു ക്രിസ്തുവിന്റെ യാഗം ക്രൂശിൽ അരങ്ങേറി കഴിഞ്ഞപ്പോൾ ആ ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി കർത്താവ് വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്താ പറയുന്നത്? പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നാണ്. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാത്തത് കൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രതയും എങ്ങനെയുള്ളതാണ്? യാഗത്താൽ അത് പൂർണ്ണമായിരിക്കുന്നത് പോലെ രക്ഷയുടെ ഭദ്രതയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ പൂർണ്ണത ഉള്ളതായിരിക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഈ നിർമ്മലമായ സത്യം വിശ്വസിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്ക്
തന്റെ രക്ഷയുടെ ഭദ്രതയ്ക്ക് ഇതിനപ്പുറം യാതൊരു വിധമായ ഉപദേശങ്ങളും പഠിപ്പീരുകളും ആവശ്യമില്ല എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്.